അത്ര പൈസ ഉണ്ടോ? ധ്യാൻ ചേട്ടന്റെ ആക്ടിങ് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞ ടോവിയും ചേട്ടനും ഒക്കെ ഉള്ള പോലെ അല്ലേ? അനൗൺസ് ചെയ്താ ഫസ്റ്റ് ടൈമാണ് ഞാനും കുട്ടേട്ടനും അഭിനയിക്കുന്നത് ഒരുമിച്ച്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതിൽ ആരുടെയും ഹീറോയിൻ്റെയോ അമ്മയൊന്നും അല്ല. അല്ലെങ്കിൽ സ്ഥിരം അങ്ങനെയാണ് സാധാരണ എന്നെ വിളിക്കാറ്. പക്ഷേ ഈ പടത്തിൽ വേറൊരു സെപ്പറേറ്റ് താത്താന്നൊക്കെ പറയും പാത്തു. അപ്പോൾ ആ ക്യാരക്ടർ മാസം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ് എന്ന്. കാരണം എനിക്ക് അതിനൊരു കുറച്ച് സ്ക്രീൻ സ്പേസ് ആണെങ്കിൽ പോലും അതിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. സോ ഐ തിങ്ക് അതൊരു ഡിഫറെൻ്റ് ആണ്. ഇത്രയും കുറേ സമയത്തിന് ശേഷം ഒരു പടം റിലീസാവുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നോട്ടബിൾ ആയിരുന്നു. ദാറ്റ് വാസ് മൈ മെയിൻ ഇൻറ്റൻഷൻ. ഓഫ് കോഴ്സ് ഞാൻ ഇന്നലെയാണ് പോയി പടം കണ്ടത്. ഐ ലൈക്ക് രാത്രി ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് കണ്ടില്ല. ഇന്നലെ രാത്രി 11 o'clock ഷോ പോയി കണ്ടു. ഇപ്പൊ മനസ്സിലായ മലയാളത്തിലാ പറഞ്ഞത്. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. താങ്ക് യു. എന്റെ ചോദ്യം ലുക്കുമാനോടാണ്. ലുക്ക് പറയാറുണ്ട്, മലപ്പുറം ജില്ലയിൽ ചങ്ങരകുളം എന്നുള്ള സ്ഥലത്ത് നിന്ന് പോസ്റ്റർ പോലും ഒട്ടിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരാളെ നായകനായിട്ട് വരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ഉണ്ടാന്നുള്ള സിനിമയിൽ ഒരു പോലീസ് കഥാപാത്രം ചെയ്യുന്നു, മമ്മൂക്കയുടെ കൂട്ടത്തിൽ ചെയ്യുന്നു. അവിടുന്ന് തുടങ്ങിയ യാത്രയാണ് ലുക്കുമാൻ്റെ പോലീസ് വേഷത്തിൽ. പവാള എന്നുള്ള സിനിമയിൽ നായകനായിട്ടും അതും ഒരു സംഗീതക്കാരൻ പോലീസിന്റെ വേഷത്തിൽ. ഈ യാത്ര എങ്ങനെ നോക്കുന്നു? ലുക്കുമാൻ എന്നുള്ള നടനെ ലുക്കുവിന്റെ സുഹൃത്തുക്കളാണോ കണ്ടെത്തിയത്, അതോ എങ്ങനെയായിരുന്നു ഈ ഒരു യാത്ര? അതൊക്കെ പറ്റി പറയാം. അല്ല, ശരിക്കും പോസ്റ്റർ ഒട്ടിക്കാത്ത ചങ്ങനകുളത്തല്ല, ഉദിനപ്പറമ്പ് എൻ്റെ സ്ഥലം. ചങ്ങനകുളത്തിൽ ചിലപ്പോൾ എൻ്റെ ശരിക്കും സ്ഥലം ഉദിനപ്പറമ്പ് എന്ന് പറഞ്ഞ ഗ്രാമമാണ്. അവിടെ ആണ്. അല്ല, ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഓടെ ഉണ്ടായില്ല, പോലീസ് വേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് യാത്ര എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ സിനിമകൾക്ക് നമ്മളെ ചൂസ് ചെയ്യുന്നു, നല്ല സിനിമകൾ ഉണ്ടാവുന്നു, നല്ല സിനിമ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം. ഇതിങ്ങനെ പ്ലാൻ ചെയ്ത് ഓക്കെ ഇനി അങ്ങനെ വേണം ഇനി ഇങ്ങനെ വേണം എന്നുള്ളൊരു രീതിയിലൊന്നല്ല. ഇതൊരു ലെഗ് ഫാക്ടർ കൂടി ഉണ്ട്. ഭയങ്കര ഭാഗ്യമുള്ള ഒരാളാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഭയങ്കര ഭാഗ്യമുള്ള ഒരു ആക്ടറാണ്. അതായത് അത്തരം സിനിമകൾ കിട്ടുന്നു, അത്തരം ക്യാരക്ടേഴ്സ് കിട്ടുന്നു, അതിങ്ങനെ വിജയമാവുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഒരു ടീക്കോന്റെ ഒരു പടത്തിൽ ലുക്കുമാൻ ഇതുപോലെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, പെണ്ണിങ്ങനെ മഷി കിട്ടാതെ അല്ലെ, അതിൽ നിന്ന് വള എന്നുള്ള സിനിമയിൽ ഇപ്പോൾ വേഫറാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ദുൽഖർ സൽമാന്റെ കമ്പനി ഓൾറെഡി മറുവശത്തെ പടം പീക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ലോക എന്നുള്ള സിനിമ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? അത് തന്നെ, അത് ഈ ശരിക്കും ഈ തല്ലുമാലയും സുലേഖ മനസ്സിലൊക്കെ ഇറങ്ങിയപ്പോൾ DQ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, ഇങ്ങനെ കൊള്ളാമായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കയ്യിലൊരു ചെറിയ ഒറ്റ ഷോട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് നീയായിരുന്നാ എനിക്ക്, എന്നിട്ട് ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കണം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത്. എന്നിട്ടിപ്പോൾ DQ എടുക്കാന്ന് പറഞ്ഞത് അതൊരു ടീമാണല്ലോ, അവരൊരു ഡിസ്ട്രിബ്യൂഷൻ ടീമാണ്. ഇപ്പോൾ DQ എന്നായിരിക്കില്ല അത് കണ്ട് അത് അവര് പക്ഷെ സെലക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ലോകയും കൂടി വന്നോട് കൂടിയിട്ട് അവര് കൂടുതൽ ആൾക്കാർ കൂടുതൽ വിശ്വാസവും പ്രതീക്ഷയൊക്കെ കൂടിയിട്ടുണ്ട് അവർക്ക്. അപ്പൊ അവര് അതിനുശേഷം നമ്മുടെ സിനിമ ചെയ്യുന്നു എന്നുള്ളത് വേറെ തന്നെ ജോണർ, വേറെ തന്നെ സ്റ്റൈൽ മൂവിയാണല്ലോ. അപ്പോൾ അതവർ ചെയ്യാനെടുക്കുന്നു എന്നുള്ളത് അവരാണ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അത് ഞങ്ങൾക്കത് ഭയങ്കര പോസിറ്റീവായി ശരിക്കും. അതുകൊണ്ട് ആദ്യം അവരോട് തന്നെ താങ്ക്സ് പറയുന്നത്. അവന് അത്ര പൈസ ഉണ്ടോ? അല്ല അങ്ങനെ അവൻ ഇപ്പൊ ടോവിയും ചേട്ടനും ഒക്കെ ഉള്ള പോലെ അല്ലേ? അനൗൺസ് ചെയ്താ അതന്നെ ടോവിനോ ബേസില് ബേസില് തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. പറഞ്ഞില്ലേ അനൗൺസ് ചെയ്തത് ആണോ? ഓഡിഷൻ അനൗൺസ് ചെയ്താ ഞാൻ അറിഞ്ഞില്ല. അവൻ തുടങ്ങുന്ന പറഞ്ഞു, അവസാനം കണ്ടപ്പോ പറഞ്ഞു ഏതാ? ഓക്കെ
അവന്റെ പ്രൊഡക്ഷൻ ഡയറക്ഷൻ വരുമെന്ന്. അതിനനുസരിച്ചുള്ള ബഡ്ജറ്റിൽ ഇതെല്ലാം നമ്മുടെ ഇതൊക്കെ ഒത്തു വരുവാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ധ്യാൻ ചേട്ടന്റെ ആക്ടിങ് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞ ഇത് ഈ 2 മാസത്തിൽ കഴിയും. ഡയറക്ഷനിലേക്ക് കടക്കാനുള്ള അടുത്ത തയ്യാറെടുപ്പ് വർഷം. ഏതാണ്? തിര 2 ആണോ അതോ? തിരറ്റുണ്ട്. തിരറ്റു ഉടനെ ഇല്ല, അതിന് മുന്നേ ഒരു സിനിമ കഴിഞ്ഞിട്ട് തിരറ്റു ഉണ്ടാവും.